കോഴിക്കോട് തമ്പാട്ടു താഴത്ത് വയോധികരായ സഹോദരിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തൽ. കൊലപാതകം കഴുത്ത് ഞെരിച്ചെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരൻ പ്രമോദിനെ ഇതുവരെ കണ്ടെത്താനായില്ല. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന സുകുമാരൻ ചേരുന്നു. അഞ്ജന, ഈ സഹോദരന്റെ എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഈ ടെലിഫോൺ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പോലീസ് എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? മോദി, ഇന്നലെ രാവിലെയാണ് കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ വീട്ടിൽ വയോധികരായ സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിമാരായിരുന്നു. രാവിലെ തന്നെ പോലീസ് എത്തി പ്രാഥമിക നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്നലെ വൈകിട്ടോടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരൻ പ്രമോദ് ഉണ്ടായിരുന്നു. ശ്രീജയ, അതുപോലെ പുഷ്പലളിത, ഇവർ 68ഉം 71ഉം വയസ്സുള്ള വയോധികരായ സഹോദരിമാരാണ്. അപ്പോൾ ഇവർക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരൻ പ്രമോദ് ഈ മരണശേഷം ഇയാളെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഏതാണ്ട് രാവിലെ 8 മണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പ്രമോദ് തന്നെയാണ് സുഹൃത്തിനെ ഫോണിലൂടെ വിളിച്ച് വിവരം പറയുന്നത്. സഹോദരിമാരിൽ ഒരാൾ മരണപ്പെട്ടു എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. സുഹൃത്തും അതുപോലെ നാട്ടുകാരും എത്തി വീട് പരിശോധിച്ചപ്പോൾ മുറിക്കുള്ളിൽ 2 മുറികളിലായിട്ടായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളപ്പുതച്ച നിലയിലായിരുന്നു 2 പേരുടെയും മൃതദേഹം. ഉടൻ തന്നെ ചേവായൂർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി. ആദ്യം തന്നെ ഇതിലൊരു ദുരൂഹത നിഴലിച്ചിരുന്നു. പുതപ്പിച്ച രീതിയിലായിരുന്നു 2 പേരുടെയും മൃതദേഹം ഉണ്ടായിരുന്നത്. ഇവർ പ്രമോദിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും, പോലീസ് ഉൾപ്പെടെ പ്രമോദിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായിരുന്നില്ല. ആദ്യം ഒരു റിങ് ചെയ്തു, പിന്നീടൊക്കെയും ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയപ്പോൾ കുടുംബ പശ്ചാത്തലമൊക്കെ എന്താണ് അഞ്ജന? ഇവർ 3 പേരാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. താമ്പാട്ട് താഴത്തുള്ള വാടക വീട്ടിലായിരുന്നു. ഫ്ലോറിക്കൽ റോഡിനോട് ചേർന്നുള്ള വാടക വീട്ടിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് താമസിച്ചു വരികയായിരുന്നു ഈ 3 പേരും. ഇവർ 3 പേരും സഹോദരങ്ങളാണ്. മൂത്ത സഹോദരിയാണ് ശ്രീജയ, അതുപോലെ രണ്ടാമത്തെ സഹോദരിയാണ് പുഷ്പലളിത, മൂന്നാമത്തെ ആളാണ് ഈ പ്രമോദ് എന്ന് പറയുന്നത്. ഇവർക്ക് 3 പേർക്കും 60-ന് മുകളിൽ പ്രായമുള്ളവരാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുഷ്പലളിതയ്ക്ക് കഴിഞ്ഞ കോവിഡ് സമയം മുതൽ തന്നെ ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് അരയ്ക്ക് താപ്പോട്ട് തളർന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേർക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ 3 പേരും തമ്മിൽ ഭയങ്കര ഐക്യത്തിലായിരുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ അവർക്കിടയിൽ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പുഷ്പലളിതയുടെ അവർ ആരോഗ്യ മേഖലയിൽ നിന്നും വിരമിച്ചതാണ്. അവരുടെ പെൻഷനിലാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത്. പ്രമോദിന് ലോട്ടറി വിൽപ്പനയും മറ്റുമൊക്കെയായിരുന്നു. പക്ഷേ പ്രമോദായിരുന്നു ഈ 2 സഹോദരിമാരെയും നോക്കിയിരുന്നത്. അവരുടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് പ്രമോദായിരുന്നു. പക്ഷേ അദ്ദേഹം ഈയിടെയായി അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ പോലീസ് പറയുന്നത്. നാട്ടുകാരോടും മറ്റുമൊക്കെ സംസാരിച്ചപ്പോൾ ഇവരെ നോക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അവരെ നോക്കി മടുത്തു എന്നൊക്കെയാണ് നാട്ടുകാരോട് പറഞ്ഞത്. അഞ്ജന, ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഫറൂഖ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന പ്രമോദിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ കടന്ന് ഇയാൾ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്.